ഞാനിന്ന് പറയാൻ പോകുന്നത് ഇവിടെ ഡ്രൈ പൗഡർ ഇൻഹേലർ, അതായത് ക്യാപ്സൂൾ ഫോമിൽ വരുന്ന ഇൻഹേലർ എങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ റോട്ടോഹീലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചിട്ട് പൊട്ടിച്ചിട്ട് വലിക്കുന്ന മരുന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെക്കാനിസം സെയിം തന്നെയാണ്. ഈ ക്യാപ്സൂൾ ഫോമിലുള്ള ഇൻഹേലർ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്യാപ്സൂൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇതിൽ ഒരു പൊടി കാണുന്നുണ്ട്, അതാണ് അതിൻ്റെ മരുന്ന്. അപ്പോൾ ഈ ക്യാപ്സൂൾ എങ്ങനെ ഇട്ട് നമുക്ക് വലിക്കാൻ പറ്റും? അപ്പം ഇതിലുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഇങ്ങനത്തെ ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ നമ്മൾ കവറ് മാറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു സൈഡിലോട്ട് അത് തിരിക്കാൻ പറ്റത്തുള്ളൂ, രണ്ട് സൈഡിലോട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു സൈഡിലോട്ട് അത് തിരിക്കുക. അതിൻ്റെ അകം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ക്യാപ്സൂൾ ഇടുന്ന ഒരു ചേമ്പറുണ്ട്, അതിലോട്ടാണ് നമ്മൾ ക്യാപ്സൂൾ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാപ്സൂൾ ഇടാം. അതായത് ക്യാപ്സ്യൂൾ ഇതിൻ്റെ അകത്തേക്ക് വീണു, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ക്യാപ്സൂൾ കിടക്കുന്നുണ്ട്. എന്നിട്ടത് ആ സൈഡിലോട്ട് ക്ലോസ് ചെയ്യുക. ഒരു ടിക്ക് എന്ന് പറഞ്ഞാൽ സൗണ്ട് കേട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ അത് ലോക്കായി എന്നാണ് അർത്ഥം. പിന്നെ ഇത് കണ്ടില്ല, ഈ സൈഡിലുള്ള അത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ക്യാപ്സൂൾ ഒരു നീഡിൽ വന്നിട്ട് അതിനെ പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മരുന്ന് കാണും. അപ്പം ഞാനിതിനെ പ്രസ് ചെയ്യുകയാണ്, കണ്ടോ ഒരു സൗണ്ട് കേട്ട് കണ്ടില്ലേ, അതായത് ക്യാപ്സൂളിനെ അത് പങ്ക്ചർ ചെയ്തു. അപ്പോൾ മരുന്ന് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇത് വലിക്കേണ്ടത് നമ്മൾ സാധാരണ ഇൻഹേലേഴ്സ് എടുക്കുന്ന പോലെ തന്നെ ആദ്യം പുറത്തേക്ക് ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വാ കറക്റ്റായിട്ട് വെച്ചിട്ട്, അതായത് നമ്മുടെ ചുണ്ടും കൊണ്ട് അത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് വലിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ഈ ക്യാപ്സൂൾ അകത്ത് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നതിനർത്ഥം നമ്മളത് വലിച്ചെടുക്കുന്നുണ്ടെന്നാണ്. ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് ശ്വാസം വിടുക. അപ്പോൾ ഇത് ഡ്രൈ പൗഡർ ഇൻഹേലർ ആയതുകൊണ്ട് നമ്മൾ ഒറ്റ തവണ വലിച്ചുകൊണ്ട് ആ മരുന്ന് തീർന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടാമതും വലിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് നമ്മൾ ക്യാപ്സൂൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈ ക്യാപ്സൂളിൽ മരുന്ന് തീർന്നിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ക്യാപ്സൂൾ കളയാവുന്നതാണ്. അപ്പോൾ ക്യാപ്സൂൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാം, വേസ്റ്റിലിടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക, സീൽ ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പല ടൈപ്പ് ഡിവൈസുകളുണ്ട്, പക്ഷേ മെക്കാനിസം സെയിം തന്നെയാണ്. ക്യാപ്സൂൾ ഇടാനുള്ളൊരു സ്ഥലം കാണും, ഇത് നമ്മൾ സൈഡിൽ നിന്ന് ഞെക്കുമ്പോൾ പൊട്ടും, ചിലത് തിരിക്കുമ്പോഴാണ് പൊട്ടുന്നത്. അതായത് ഈ ഡിവൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ക്യാപ്സൂൾ ഇട്ടിട്ടുണ്ട് പേഷ്യൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് മൊത്തമായിട്ട് തിരിക്കുമ്പോഴായിരിക്കും ക്യാപ്സൂൾ പൊട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കുക. അതുപോലെ തന്നെ വേറെ ഡിവൈസ് ഉണ്ട്, ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ അകത്ത് ക്യാപ്സൂൾ ഇടുക. ക്യാപ്സൂൾ ഇടാനുള്ള സ്ലോട്ടുണ്ട്, ക്യാപ്സൂൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നീഡിൽ വന്നിട്ട് അതിനെ പൊട്ടിക്കും. എന്നിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ പല ടൈപ്പ് ഡിവൈസ് ഉണ്ടെങ്കിലും മെക്കാനിസം സെയിം തന്നെയാണ്. ക്യാപ്സൂൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു നീഡിൽ വന്ന് അതിനെ പൊട്ടിക്കും, എന്നിട്ട് നമ്മളത് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് നീട്ടി ശ്വാസം എടുക്കുക, ശ്വാസം പിടിച്ചു വെക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ആ മരുന്ന് തീരുന്നവരെ 1-2 തവണ വലിക്കേണ്ടി വരും. അതിനുശേഷം വാ നല്ലോണം കഴുകുക. ഇതിനാണ് നമ്മൾ ഡ്രൈ പൗഡർ ഇൻഹേലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എടുക്കുന്ന ടെക്നിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, താങ്ക് യു.